ഇത് മയ്യനാട് ജംഗ്ഷനിൽ മയ്യനാട് മാർക്കറ്റിലോട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് പോകുന്ന ഇതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ആളുകൾ ഇപ്പോൾ തിരക്ക് ആയി തുടങ്ങിയാണ്. 10 മണിയൊക്കെ ആയി. ആളുകളൊക്കെ പച്ചക്കറി മീനുകളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ, പച്ചമുളക്, നെല്ലിക്ക, വെണ്ടയ്ക്ക മുതലിത് എന്തായാലും ഇവിടെ ചീനിയുണ്ട്. അതിൻ്റെ കയറുന്നൊരു കവാടത്തിലാണ് ഇതിൻ്റെയൊക്കെ കച്ചവടം. ഇവിടെ ആവശ്യത്തിന് പച്ചക്കറികളുണ്ട്. ഇത് കത്തി, പിച്ചാത്തി, എന്തൊക്കെ വേണം എല്ലാ സാധനവും നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻ വെട്ടാനുള്ള കത്തി, ഇറച്ചി വെട്ടാനുള്ള കത്തി, അതുപോലെ ചെറിയ ചെറിയ കത്തികൾ മാത്രമല്ല, ലൊട്ടിലൊടുക്ക് എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും. അത് എത്ര വർഷമായി വന്നിട്ട് ഇവിടെ വന്നിട്ടാ? ഇവിടെ പുതിയ കെട്ടിടം വന്ന് അന്ന് മുതൽ ഇവിടെ ഉണ്ട്. അത് നമ്മുടെ പഴയ കെട്ടിടത്തിലും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? പൊതുവെ ആളുകൾ വരുന്നില്ല എന്നൊരു പരാതിയുണ്ട് അല്ലേ? കച്ചവടം ഇച്ചിരി മോശമാണ് അല്ലേ? അത് ശരിയാവും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ? ശരിയാക്കി തന്നാൽ മതി, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ സ്നേഹിത മുതലാളിയുടെ കടയാണ്. ഇവിടെ നല്ല ആവശ്യം പോലെ പൈനാപ്പിൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി എന്ന് വേണ്ട, തേങ്ങ, ഇവിടെ നമ്മൾ ഇവിടെ എങ്ങും കാണാത്തത് കടച്ചക്ക. ഇത് തൃശ്ശൂർ ഭാഗത്തൊക്കെ കടച്ചക്ക എന്ന് പറയും. ഇതിനെ ശീമച്ചക്ക എന്ന് പറയുന്നത്. ഇത് കൈതച്ചക്ക, ക്യാപ്സിക്ക എന്നുണ്ട്. എന്തുകൊണ്ട്? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? അടിപൊളി. ക്രിസ്മസ് അടിപൊളിയാണോ? ഓക്കെ. എന്തായാലും ഇപ്പോൾ അവിടെ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിതിൻ്റെ ഈ മത്സ്യ മാർക്കറ്റിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ഞാൻ ഇതിനകത്തോട്ടൊന്ന് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് മീനുകളൊക്കെ എങ്ങനെയുണ്ടോ, മത്സ്യങ്ങളുണ്ടോ നോക്കിയിട്ട് വരാം. ഇതാണ് ഇതിൻ്റെ അകം. ഇവിടെ അയിലയുണ്ട്, അതുപോലെ നത്തോലിയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. മയ്യനാട് മാർക്കറ്റിൽ കൊഞ്ച് നല്ല പുലിക്കൊഞ്ച് വന്നിരിക്കുകയാണ്. പുലിക്കൊഞ്ച്, അയല, ഞണ്ട്. മയ്യനാട് മാർക്കറ്റിൽ വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ഇതൊരു ചൂരയാണ്. ഇത് വെള്ളച്ചൂരയാണ്. ഇത് മയ്യനാട്ടിലെ നവാസിൻ്റെ തട്ടാണ് ഈ കാണുന്നത്. ഇപ്പം ഈ കേരച്ചൂരയാണ് ഇങ്ങനെ വെട്ടി വയ്ക്കുന്നത്. 1 കിലോ, 1/2 കിലോ. തല വേണ്ടവർക്ക് തല, നടു വേണ്ടവർക്ക് നടു, വാലുഭാഗം വേണ്ടവർക്ക് വാലുഭാഗം. എന്തായാലും നവാസിൻ്റെ കടയിൽ ഇന്ന് നല്ല കേരച്ചൂരയുണ്ട്. സുഹൃത്തെ, ഈ കേരച്ചൂര എന്താ വില കിലോ? 400 അല്ലേ? ശരി, 400 രൂപ അല്ലേ? വില പൊതുവെ കൂടുതലാണോ? വില കുറവാണല്ലേ? കേരച്ചൂര മറ്റുള്ള മീനെ വീഴ്ച ഈ കേരച്ചൂരയ്ക്ക് വില കുറവാണ്. ആളുകൾ വന്നാൽ മതി അല്ലേ? ഈ ചന്തയിൽ എങ്ങനെയുണ്ട്? ഇച്ചിരി കഴിഞ്ഞ ആളുകൾ ആവശ്യം പോലെ ആയില്ല. മയ്യനാട് മാർക്കറ്റിലെ വാളച്ചാകരയാണെന്ന് പറഞ്ഞത്. പക്ഷേ വില കൂടുതൽ. ചേട്ടാ, അത് എന്ത് വില? എത്ര കിലോ വരും ആ വേള? എൻ്റെ പൊന്നെ, ഇതിപ്പോൾ ചേട്ടൻ്റെ അത്ര നീളമുണ്ടല്ലോ. 1,200 എന്ത് വില വരും ഈ വാളയ്ക്ക്? എന്ത് വില? 400 രൂപ വില വീഴും അല്ലേ? ഇഷ്ടംപോലെ വാളയുണ്ട്, പക്ഷേ വിലയ്ക്ക് ഒരു കുറവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും നീളമുണ്ട് ഈ വാള. എന്തായാലും കൊള്ളാം. അപ്പോൾ ഒരു അയിലേക്ക് 17 രൂപ വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങ് മുക്കത്ത് കടപ്പുറത്ത്. എങ്ങനെയാണ് കൊടുക്കുന്നത് പെങ്ങളെ? ഇത് അങ്ങനെയും കൊടുത്ത് അങ്ങ് തീർക്കും അല്ലേ? ലാഭം നോക്കിയിട്ടല്ല, നമ്മുടെ ആൾക്കാരെ നോക്കി, അവരുടെ സ്നേഹം അല്ലേ? നമുക്കിത് എങ്ങനെയാണ് വിൽക്കണം? ചെറിയൊരു ലാഭം കിട്ടണം അല്ലേ? 1 കിലോയുടെ അരി കിട്ടിയ ലാഭമല്ലേ? 1 കിലോ അരി മേടിക്കാനുള്ള പൈസ കിട്ടിയാൽ മതി. അത് ശരി. നമസ്കാരമുണ്ട്. എന്തൊക്കെ മീനാ പെങ്ങളെ ഇന്ന് വന്നിരിക്കുന്നത്? അയല, ചൂര, നത്തോലി, കാരൽ. അപ്പോൾ കാരലിൻ്റെ അല്ലേ? ഇതാണ് കാരൽ എന്ന് പറഞ്ഞല്ലേ? കാരലുണ്ട്, നത്തോലി. കുറേ കാലമായിട്ട് നത്തോലി ഇല്ലായിരുന്നു, ഇപ്പോൾ നത്തോലിയുണ്ട് അല്ലേ? നത്തോലിയുണ്ട്, അയിലയുണ്ട്, ചൂരയുണ്ട്. അത് ശരി. അപ്പോൾ ചൂരയുണ്ട്. അപ്പോൾ ആവശ്യം പോലെ മീനാണ് ഇന്നും. ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൂടുതലാണ്. പക്ഷേ ചൂര എങ്ങനെയുണ്ട് പെങ്ങൾ? ആ ചൂര ഒന്ന് എടുത്ത് നോട്ടെ. എത്ര കിലോ വരും ഒരെണ്ണം? നല്ല പിടയ്ക്കുന്ന ചൂര അല്ലേ?
ആ എന്ത് വില വരും അപ്പോൾ ആ ഒരു ചൂരയ്ക്ക് എന്ത് വില വരും? 500 വരും അല്ലേ? വില കൂടുതലാണ് അല്ലേ? മീൻ വില കൂടായിരിക്കും. ചാളയ്ക്ക് 1000 രൂപ അടക്കുമ്പോൾ ഒരയലക്ക് 25 രൂപ അടക്കും. ഞങ്ങളെങ്ങനെ വിൽക്കണം? നമ്മൾ എല്ലാം വില അവിടെ നിന്ന് ബുദ്ധിമുട്ടി ഇവിടെ ഇതെല്ലാം കൊണ്ടുവന്ന് അല്ലേ? വലിയ പ്രയാസമാണ് ഇപ്പം വില കൂടുതൽ. ഭയങ്കര പ്രയാസമല്ലേ? ഇവിടെ നിന്ന് വിൽക്കാനോ എടുക്കാനോ പറ്റത്തില്ല. 12 മണിയാകുമ്പോൾ തൊട്ടില്ല മൂലയെ കൊണ്ടുപോകും. അവിടെ എങ്ങനെയുണ്ട് ഇപ്പോൾ മീൻ കിട്ടുന്നിടത്ത് ഇപ്പോൾ എങ്ങനെ തൂക്കിയാണ് അവർ തരുന്നത്? അവർ തൂക്കി മൊത്തോലി 180, പിന്നെ ചാള 150. ഈ 150 രൂപയ്ക്കൊക്കെ നത്തോലി വാങ്ങിച്ച് എങ്ങനെ വിൽക്കുന്നത്? ഒരു പിടി കൊടുക്കാനുള്ളല്ലോ. 180. മറ്റേ ചൂരയ്ക്ക് എങ്ങനെയുണ്ട്? എന്തായാലും നമ്മൾ വെക്കാൻ എന്തായാലും ഒരു എന്തായാലും 500 രൂപയ്ക്ക് ആവും അല്ലേ ഇപ്പോഴത്തെ വില അനുസരിച്ച്. പേരെന്താ പെങ്ങളുടെ? മോളി. എവിടെ വീട്? എവിടെയാ? താന്നി. ഇതാണ് ഇവിടെ മത്സ്യം വിൽക്കാനായിട്ട് മൈനാട് ഫിഷ് മാർക്കറ്റിൽ വന്നല്ലേ? ഇന്ന് ഏത് തരം മീനൊക്കെ ഉണ്ട്? അത് ശരി. ആ ഇതിലൊക്കെയാണ്. ഓ ഇത് ഇത് കൊഴിയാള, ഇത് ചാള, ഇത് വേളാപ്പാര അല്ലേ? ഇന്ന് പൊതുവെ നല്ല മീൻ എണ്ണുണ്ട് അല്ലേ? ഒരു ഇതൊക്കെ തെറ്റില്ലാതെ ഉണ്ട്. 2-3 ഐറ്റം കിട്ടി. വില കൂടുതലാണ്. ഈ തട്ടിൽ ചെറിയ ചൂരയുണ്ട്, വളരെ ചെറിയ ചൂരയുണ്ട്, പിന്നെ വേളാപ്പാരയുടെ കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു ചൂര, ചാള എന്ന് വേണ്ട. ഈ മീൻ്റെ പേരെന്താ ചേട്ടാ? ആ വൻകട. ഈ വൻകട കഴിച്ചാൽ എന്താ പറയുന്നത്? അതെ, വൻകട കഴിച്ചാൽ സങ്കടം മാറുമെന്നാണ് ഈ ചേട്ടൻ. എന്താ പേരെന്തുവാ? ഷാജി. അപ്പോൾ വൻകട അല്ലേ? വൻകട എന്നുള്ള മീൻ കഴിച്ചാൽ സങ്കടം മാറും. എങ്ങനെ? ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ഫിഷ് മാർക്കറ്റിലാണ്. ഫിഷ് മാർക്കറ്റിൽ ഇന്ന് ആവശ്യം പോലെ മത്സ്യം വന്നിരിക്കുകയാണ്. ഞണ്ട് കാണാൻ പറ്റിയത് നല്ല ഫ്രഷ് ഞണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അയല, നല്ല വിളഞ്ഞ അയല, അതുപോലെ തന്നെ നല്ല ചാള ആവശ്യം പോലെ ഉണ്ട്. വയനാട് മാർക്കറ്റിൽ ഇപ്പോൾ അവർ പറയും ആളുകൾ ഇപ്പോൾ റോഡിലൊക്കെ കച്ചവടമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ചന്തയിൽ വന്നാൽ ആവശ്യം പോലെ മീനാണ് ഇപ്പോൾ, മത്സ്യങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. ഞണ്ടുണ്ട്, അതുപോലെ അയലയുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞണ്ട് കുറവാണ്. എന്നിരുന്നാലും ചേട്ടാ ഇത് ഒരെണ്ണം എത്ര ഗ്രാം വരെ ഉണ്ടെന്ന് ഒന്ന് നോക്കി. എന്നാലും ഒരു 1/2 കിലോ വരുമോ? 1/2 കിലോ വരും. ഇത് കടൽ ഞണ്ടാണോ? എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? വില കൂടുതലാണ്. ഇതിപ്പോൾ വലിയൊരു തെരണ്ടിയാണ് ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇത് തെരണ്ടിയല്ലേ? ഇത് തെരണ്ടി എത്ര കിലോ വരും? ഈ തെരണ്ടി 1 കിലോ പുറത്തുണ്ട്. 2 കിലോ ഉണ്ടോ? നോട്ടെ എൻ്റെ ഫ്രണ്ട് ഒന്ന് നോട്ടെ. ഇതാണ് തെരണ്ടി. 3 കിലോ അകത്ത് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഈ വയനാട് മാർക്കറ്റിൽ കിട്ടാത്ത സാധനം ഇല്ല അല്ലേ? കൊഞ്ച് എല്ലാം കിട്ടും. വയനാട്ട് മാർക്കറ്റിൻ്റെ തൊട്ട് പുറത്ത് നിൽക്കുന്ന ഇക്കയുടെ അടുത്ത്. ഇക്കയുടെ പേരെന്തുവാ? ബഷീർ ഇക്ക. ഈ ബഷീർ ഇക്ക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ ഇവിടെ വയനാട്ട് വന്ന കാലം മുതലേ ഇദ്ദേഹത്തിൻ്റെ കച്ചവടം ഈ ചീനി കച്ചവടം. ഇത് ചീനി പുഴുക്കച്ചീനിയാണോ? അത് എത്ര സമയമായിട്ട് ഇത് വേവും? 10 മിനിറ്റ് കൊണ്ട് വേവുന്ന ചീനി അല്ലേ? വയനാട് ചന്തക്കകത്തുള്ള സീതം മുതലാളിയുടെ കട. തേങ്ങയൊക്കെ ആവശ്യം പോലെയാണ് ഇത് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം ആവശ്യം പോലെയുണ്ട് ഇവിടെ. എല്ലാ ഐറ്റങ്ങളും ഈ വയനാട് ചന്തയിൽ വന്ന് കിട്ടാത്ത ഐറ്റങ്ങളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ പേര് ചീവക്കിഴങ്ങെന്നാണ് അല്ലേ? ഇത് വടക്കോട്ടൊക്കെ ഇത് കൂർക്ക എന്നാണല്ലോ പറയുന്നത്. ഇത് ഈ കൂർക്ക എങ്ങനെ ചിലപ്പോൾ വടക്കോട്ടൊക്കെ ഈ പോത്തിറച്ചിക്കകത്ത് ഈ കൂർക്ക ഇടും. പോത്തിറച്ചി വെക്കുമ്പോൾ അതിന് കൂടെയാണ് അവിടെ കൂർക്ക ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് പോത്തിറച്ചിക്കകത്ത് ഇടും. പക്ഷേ ഇവിടെ അങ്ങനെ ഇവിടെ മെഴുക്ക് വരട്ടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ക്രിസ്മസ് ആയിട്ട് പ്രത്യേകിച്ച് കച്ചവടമായിട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പച്ചക്കറി എന്തൊക്കെയുണ്ട്? തൈര് ഉൾപ്പെടെ ഉണ്ട്. തൈര് എല്ലാം ഉണ്ട്. മീനൊക്കെ വാങ്ങിച്ചാ? എന്താ വാങ്ങിച്ചേ? കുറയ്ക്കാൻ പോയില്ല, കൊഞ്ചിനെ വാങ്ങിച്ചില്ലേ? എങ്ങനെയുണ്ട്? കൊഞ്ചിന് വിലയുണ്ടോ? കൊഞ്ച്, ഞണ്ട്, പിന്നെ വേറെന്താ വാങ്ങിച്ചു? ഇനി വാങ്ങിച്ചോ?
അത് ശരി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ 10-500 പൊട്ടിച്ച്. ആ എന്തായാലും നല്ല നല്ല മീൻ കിട്ടണമെങ്കിൽ ഇവിടെ വരണം അല്ലേ? പഴയ എന്തായാലും അതെ അതെ, നല്ല മീനുകളുണ്ടല്ലേ? എങ്ങനെയുണ്ട് മീനൊക്കെ വിലക്കുറവുണ്ടോ? ആ എന്തോ അത് ചൂരയാണോ? എന്ത് വിലയായി? 1000 രൂപയായി. ഏതൊക്കെ ചൂരയുണ്ട്? പിന്നെന്തുണ്ട്? എത്ര ചൂരയുണ്ട്? ചൂരയും ബാക്കി ചെറിയ മീനുകളൊക്കെയാണല്ലേ? എങ്ങനെയുണ്ട് പൊതുവെ മാർക്കറ്റിൽ പൊതുവെ വിലക്കുറവാണോ അവിടെ? ആണോ? കൊട്ടിയം കളഞ്ഞിട്ടാണ് വയനാട്ട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ വന്ന് എല്ലാ മീൻ കിട്ടും അല്ലേ? ഇവിടെ ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, അയിലയുണ്ട്, ചാളയുണ്ട്, എല്ലാം ഉണ്ടെന്ന്.